IPLിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് IPL ആരാധകർ. ഇഷ്ട ടീമുകളിലെ ഇഷ്ടതാരങ്ങൾ ടീമിൽ തുടരുമോ ഇല്ലയോ എന്നാണ് ആരാധകർ ഇനി അറിയാൻ കാത്തിരിക്കുന്നത്. IPL മെഗാ താരലേലത്തിന് മുൻപ് ഓരോ ടീമിനും പരമാവധി എത്ര കളിക്കാരെ നിലനിർത്താനാവുമെന്ന കാര്യത്തിൽ BCCI തീരുമാനമെടുത്തിരിക്കുകയാണ്. 5 താരങ്ങളെ വരെ നിലനിർത്താൻ ടീമുകൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ഈ തീരുമാനം ടീമുകൾക്കും ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ടീമിലെ ഏറ്റവും മികച്ച താരങ്ങളെയും ടീമിന്റെ മുഖമായി മാറിയ താരങ്ങളെയും ഒരു പരിധിവരെ നിലനിർത്താൻ ഫ്രാഞ്ചൈസികൾക്ക് സാധിക്കും. അതേസമയം ഒരു RTM കാർഡും ഫ്രാഞ്ചൈസികൾക്ക് അനുവദിച്ചിട്ടുണ്ട്. RTM വഴി ഒരു താരത്തെ ലേലത്തിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും. ഒരു താരത്തെ മാത്രമാണ് നിലനിർത്തുന്നതെങ്കിൽ 5 താരങ്ങളെ RTM വഴി ടീമിൽ എത്തിക്കാൻ കഴിയുമെന്നതും ലേലത്തിൽ വന്ന പ്രധാന മാറ്റങ്ങളിലൊന്നാണ്. നിലനിർത്തുന്ന ആദ്യ താരത്തിന് 18 കോടി, രണ്ടാമത്തെ താരത്തിന് 14 കോടി, മൂന്നാമത്തെ താരത്തിന് 11 കോടി എന്നിങ്ങനെയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ടീമുകളെ കൂടുതൽ സംശയത്തിലാഴ്ത്തി നിലനിർത്താൻ സാധിക്കുന്ന 4ാമത്തെയും 5ാമത്തെയും താരത്തിനുള്ള തുകയിൽ BCCI ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നിലനിർത്തുന്ന 4ാമത്തെ താരത്തിന് 18 കോടി, 5ാമത്തെ താരത്തിന് 14 കോടി എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതോടെ 3 താരങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് RTM വഴി 2 താരങ്ങളെ ലേലത്തിലൂടെ എത്തിക്കാനാകും ടീമുകൾ പരിശ്രമിക്കുക. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളിയും രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനുമായ സഞ്ജു സാംസണ് ലഭിക്കുന്ന തുക എത്രയായിരിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. നിലവിൽ രാജസ്ഥാൻ ഏതൊക്കെ താരത്തെ നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. പക്ഷേ അപ്പോഴും ടീം സഞ്ജു, റിയാൻ പരാഗ്, യശസ്വി ജയ്സ്വാൾ എന്നീ താരങ്ങളെ നിലനിർത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. സഞ്ജു ക്യാപ്റ്റനായിരിക്കെ ആദ്യം നിലനിർത്തുന്നത് അദ്ദേഹത്തെ തന്നെയാവുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ 18 കോടിയായിരിക്കും സഞ്ജുവിന്റെ പ്രതിഫലം. രാജസ്ഥാൻ വിദേശ താരങ്ങളെ നിലനിർത്താൻ തീരുമാനിച്ചാൽ അതിൽ ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലർ തന്നെയാകും പ്രധാനി. കഴിഞ്ഞ സീസണിൽ ഫോമിലായില്ലെങ്കിലും തന്റേതായ ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ ബട്ട്ലർക്ക് കഴിയുമെന്നതാണ് ഇംഗ്ലണ്ട് നായകനെ കൈവിടാതിരിക്കാൻ രാജസ്ഥാനെ പ്രേരിപ്പിക്കുന്നത്. ഒരു വിദേശ താരത്തെ കൂടി നിലനിർത്താൻ കഴിഞ്ഞാൽ അത് ട്രെന്റ് ബോൾട്ട് ആയിരിക്കുമെന്നാണ് കരുതുന്നത്. ന്യൂസിലൻഡ് താരം കഴിഞ്ഞ സീസണിൽ പവർ പ്ലേ കളികളിൽ നടത്തിയ പ്രകടനം രാജസ്ഥാന്റെ മുന്നേറ്റത്തിൽ നിർണായകമായിരുന്നു. അതേസമയം IPL കളിക്കാതെ മുങ്ങുന്നവർക്കും ഇനി പണി കിട്ടും. IPL ലേലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് ശേഷം സീസണിൽ നിന്ന് പിന്മാറുന്ന കളിക്കാർക്ക് വിലക്ക് വരും. ഇത്തരം കളിക്കാർക്ക് 2 സീസണുകളിലേക്ക് കളിക്കുന്നതിൽ നിന്നും താരലേലത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നുമാണ് വിലക്ക് കിട്ടുക. അതുപോലെ ഇമ്പാക്ട് പ്ലെയർ രീതി 2025-2027 സീസണുകളിലും തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം താരങ്ങൾക്ക് മാച്ച് ഫീ കൊണ്ടുവന്നത് IPLിലെ വിപ്ലവ മാറ്റങ്ങളിൽ ഒന്നായാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു മത്സരം കളിക്കുന്ന താരത്തിന്റെ പോക്കറ്റിൽ മാച്ച് ഫീ ഇനത്തിൽ മാത്രം 7.5 ലക്ഷം രൂപയാണ് IPLിൽ നിന്ന് ലഭിക്കുക. എന്ന് വെച്ചാൽ ലീഗ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും കളിക്കുന്ന ഒരു താരത്തിന്റെ പോക്കറ്റിൽ 1.05 കോടി രൂപ എത്തുമെന്ന് ചുരുക്കം.